പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ എല്ലാവർക്കും വന്ദനങ്ങളെ അറിയിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനവുമായി ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ മഹാദൈവം നൽകുന്ന ഈ വലിയ നിയോഗത്തിനായി, കൃപയ്ക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഒരുക്കമുള്ള ഒരു ജനത്തെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുക എന്നുള്ള ഒരു ദർശനത്തോടെയാണ് ഈ ശുശ്രൂഷ ആരംഭിച്ചിരിക്കുന്നത്. ഈ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ നൽകുന്ന എല്ലാ പിന്തുണകൾക്കും പ്രാർത്ഥനകൾക്കും ഹൃദയംഗമായ നന്ദി അറിയിക്കുന്നു. 119 സങ്കീർത്തനം വാക്യപ്രതി വാക്യമായി നാം ധ്യാനിച്ചു വരികയാണല്ലോ. ഇന്ന് അതിൻ്റെ 9ാമത്തെ വാക്യത്തിൽ നിന്നാണ് നാം ഒരുമിച്ച് ദൈവത്തിൻ്റെ വചനം ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. Psalm 119 verse 9. ആ വാക്യം ഇങ്ങനെയാണ്: ബാലൻ തൻ്റെ നടപ്പിനെ നിർമ്മലമാക്കുന്നത് എങ്ങനെ? നിന്റെ വചനപ്രകാരം അതിനെ സൂക്ഷിക്കുന്നതിനാൽ തന്നെ. ഒരു ചോദ്യവും അതിൻ്റെ ഉത്തരവുമായിട്ടാണ് നമുക്ക് ഈ വാക്യത്തെ കാണുവാൻ കഴിയുന്നത്. മലയാള പരിഭാഷയിൽ വിശുദ്ധ ബൈബിളിലെ ബാലൻ എന്ന പ്രയോഗം ഒരു കൗമാരപ്രായക്കാരനെ അല്ലെങ്കിൽ ഒരു ടീനേജറെ, 13 വയസ്സ് മുതൽ 19 വയസ്സ് വരെയുള്ള ഒരു ടീനേജറെ ഉദ്ദേശിച്ചാണ്. ഇസ്ഹാക്കിനെ ബാലൻ എന്ന് വിളിക്കുന്നുണ്ട്, ഇസ്മായേലിനെ ബാലൻ എന്ന് വിളിക്കുന്നുണ്ട്. ദാനിയേൽ, ഹനന്യാവ്, മീശായേൽ, അസറിയാവ് തുടങ്ങിയ എബ്രായ ബാലന്മാരെക്കുറിച്ച് ദാനിയേൽ പ്രവചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ ഒരു കൗമാരപ്രായത്തിൽ, ടീനേജർ കാലയളവിൽ ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിലിടുന്ന അടിസ്ഥാനങ്ങളാണ് മുമ്പോട്ടുള്ള ജീവിതത്തെ ധന്യകരമാക്കി തീർക്കുന്നത്. നമുക്കറിയാം, മനുഷ്യ ജീവിതത്തിൻ്റെ പല ഘട്ടങ്ങളിലെ ഏറ്റവും നിർണായകമായ ഒരു കാലഘട്ടമാണ് കൗമാരപ്രായം എന്നുള്ളത്. ശൈശവ ബാല്യ പ്രായത്തിൽ നിന്ന് കൗമാരപ്രായത്തിലൂടെ യൗവനപ്രായത്തിൽ കയറി വാർദ്ധക്യത്തിൽ അവസാനിക്കുന്ന ഒരു മനുഷ്യ ജീവിതം. ഇതിൽ ഒരു വ്യക്തിയുടെ സ്വഭാവം രൂപീകരിക്കപ്പെടുന്നത്, ശരീരഘടനകളിൽ വ്യത്യാസമുണ്ടാകുന്നത്, ഈവൻ സ്വരം പോലും മാറുന്നത് ഈ കൗമാരപ്രായത്തിലാണ്. മാതാപിതാക്കൾ പറയുന്നതിനേക്കാൾ കൂട്ടുകാർ പറയുന്നതിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു കാലമാണ് കൗമാരപ്രായം. അപ്പോൾ ഈ കൗമാരപ്രായത്തിൽ ആത്മീകനായ ഒരു മനുഷ്യൻ തൻ്റെ സ്വഭാവത്തെ, തൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തുന്ന നിർണായകമായ സമയമാണ്. അതുകൊണ്ടാണ് ഭക്തൻ പറയുന്നത്, ഒരു ബാലൻ, ഒരു കൗമാരപ്രായക്കാരൻ തൻ്റെ നടപ്പിനെ എങ്ങനെ നിർമ്മലമാക്കുവാൻ കഴിയും, തൻ്റെ ജീവിതത്തെ എങ്ങനെ ക്രമപ്പെടുത്താൻ കഴിയും. ധാരാളം വെല്ലുവിളികൾ അഭിമുഖീകരിക്കുന്ന കൗമാരപ്രായത്തിൽ ദൈവഭയത്തോടും ദൈവാശ്രയത്തോടും വചനാടിസ്ഥാനത്തിൽ വീഴുന്ന അനുഭവങ്ങളാണ് ഒരുവനെ രൂപാന്തരപ്പെടുത്തിയെടുക്കുന്നത്. ഈ കഴിഞ്ഞ ആഴ്ചയിലും ഇന്നുമായി ഞെട്ടിപ്പിക്കുന്ന 2 സംഭവങ്ങൾ കൗമാരപ്രായക്കാരോടുള്ള ബന്ധത്തിൽ നടക്കുവാനിടയായി. ഒന്ന്, സൗദി അറേബ്യയിൽ റിയാദിൽ ഒരു ആന്ധ്ര ഫാമിലിയിൽ ഒരു കൗമാരപ്രായക്കാരൻ, 16 വയസ്സുകാരൻ തൻ്റെ മാതാപിതാക്കളെ കൊന്ന് സ്വയം ആത്മഹത്യ ചെയ്യുവാനിടയായി. ഇന്ന് കേരളത്തിൽ ഒരു 16-കാരൻ ഐ ഹേറ്റ് മൈ ലൈഫ്, ഞാൻ എൻ്റെ ജീവിതം വെറുക്കുന്നു എന്ന് നോട്ട് എഴുതി വെച്ച് ആത്മഹത്യ ചെയ്ത സംഭവം മലയാളി മനസ്സുകളെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? കൗമാരപ്രായത്തിൽ കുഞ്ഞുങ്ങളെ ഹാൻഡിൽ ചെയ്യുക, അവരെ മാനേജ് ചെയ്യുക എന്നുള്ളത് അല്പം
വൈഷമ്യമുള്ള അനുഭവമാണ്. വളരെ ക്ഷമയും വളരെ സ്നേഹവും വളരെ വാത്സല്യവും വളരെ പ്രാർത്ഥനയും ഉണ്ടെങ്കിൽ മാത്രമേ കൗമാരപ്രായക്കാരെ നേരായ വഴിയിലൂടെ ഗതി തിരിച്ചു വിടുവാൻ കഴിയുകയുള്ളൂ. വിശുദ്ധ വേദപുസ്തകത്തിൽ ഒരു കൗമാരപ്രായത്തിലാണ്, 13-ാമത്തെ വയസ്സിലാണ് യോസഫ് വീട് വിട്ടിറങ്ങേണ്ടി വന്നത്. 13-ാമത്തെ വയസ്സിൽ ഒരു ടീനേജറായി യോസഫ് വീട് വിട്ടിറങ്ങുമ്പോൾ അവൻ സ്വപ്നം കാണുന്നവനായിരുന്നു. യോസഫിൻ്റെ ആയുഷ്കാലം 110 years, 110 വർഷമാണ്. 30-ാമത്തെ വയസ്സിലാണ് യോസഫ് ഫറവോന്റെ മുമ്പിൽ നിൽക്കുന്നത്. 30 മുതൽ 110 വരെയുള്ള 80 വർഷങ്ങൾ കൊട്ടാരത്തിലെ രാജകീയ ജീവിതമായിരുന്നു. എന്നാൽ 13 മുതൽ 30 വരെയുള്ള 17 വർഷങ്ങൾ തൻ്റെ ജീവിതത്തിൽ തന്നെ രൂപപ്പെടുത്തിയ, തന്നെ വലിയ ഉത്തരവാദിത്വങ്ങളിലേക്ക് വാർത്തെടുത്ത, ഷേപ്പ് ചെയ്തെടുത്ത, മോൾഡ് ചെയ്തെടുത്ത 17 വർഷങ്ങൾ വ്യത്യസ്തമാകുന്ന അനുഭവങ്ങളിലൂടെ യോസഫ് കടന്നു പോകുവാനിടയായി. എന്നാൽ യോസഫിൻ്റെ ജീവിതം ഒരു സ്വപ്നക്കാരനിൽ ആരംഭിച്ച് ഒരു സ്വപ്ന വ്യാഖ്യാതാവായി തുടർന്ന് ഏറ്റവും ഒടുവിൽ തൻ്റെ സ്വജനത്തിനൊരു പുറപ്പാടുണ്ടാകുമെന്നുള്ള പ്രവചനദൂത് പറഞ്ഞ് പ്രവചനാത്മാവിലാണ് തൻ്റെ ജീവിതം അവസാനിപ്പിക്കുന്നത്. നമുക്കറിയാം, ബാബിലോണിയ പ്രവാസത്തിൽ പോയ ദാനിയേൽ, കൂട്ടുകാരായിരുന്ന ഹനന്യാവ്, അസറിയാവ്, മീശായേൽ കൗമാരപ്രായത്തിൽ ബാബിലോണിലെത്തി കൽദയ ഭാഷ പഠിച്ച് രാജകൊട്ടാരത്തിലെ ജോലിക്ക് വേണ്ടി വേർതിരിയുമ്പോൾ അവരുടെ ആഹാര കാര്യത്തിലും ആരാധനാ കാര്യത്തിലും നിർണായകമായ തീരുമാനങ്ങൾ എടുത്ത് ഉറച്ചു നിൽക്കുവാൻ അവർക്ക് കഴിഞ്ഞത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്ന യേശുക്രിസ്തുവിനെ സുവിശേഷങ്ങൾ നമുക്ക് കാണുവാനിടയായിത്തീരും. എന്തുകൊണ്ടാണ് യഹൂദ കുടുംബങ്ങളിൽ പിറന്നു വീണ യോസഫും ദാനിയേലും ഹനന്യാവും അസറിയാവും മീശായേലും ഇവൻ യേശുക്രിസ്തുവും ഒക്കെ വചനാടിസ്ഥാനത്തിൽ അവരുടെ ജീവിതം കാത്തു സൂക്ഷിച്ചത് എന്ന് ചോദിച്ചാൽ, യഹൂദ പാരമ്പര്യം അനുസരിച്ച് 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള 6 വർഷങ്ങൾ മോശയുടെ ന്യായപ്രമാണവും ജൂയിഷ് കൾച്ചർ, യഹൂദൻ്റെ സംസ്കാരവും കൂട്ടത്തിൽ ഒരു തൊഴിലും കൂടി അവരെ പഠിപ്പിക്കുന്ന കാലഘട്ടങ്ങളാണെന്ന് ചരിത്രം പറയുന്നു. അപ്പോൾ റബ്ബിമാരുടെ അടുക്കൽ പോയി, ശാസ്ത്രിമാരുടെ അടുക്കൽ പോയി, സിനഗോഗുകളിൽ നിന്ന് അവർ പഠിക്കുന്ന മോശയിക ന്യായപ്രമാണമാണ് ഹൃദയമാകുന്ന മാംസപ്പലകയിൽ എഴുതപ്പെട്ട ദൈവത്തിൻ്റെ വചനമാണ് ജീവിതയാത്രയിൽ എല്ലാ കാലഘട്ടങ്ങളിലും ഏതു പ്രതിസന്ധികളിലും മാതാപിതാക്കളോ സഭയോ ശുശ്രൂഷകന്മാരോ സഹോദരങ്ങളോ ആരുമില്ലാതെ ഒറ്റപ്പെടുന്ന മേഖലകളിൽ പോലും ഉറച്ചു നിൽക്കുവാൻ കഴിയുന്നത് ബാല്യപ്രായത്തിൽ ഹൃദയത്തിൽ വീഴുന്ന വചനത്തിൻ്റെ വിത്തുകളാണ്. ഏതൊരു ജീവിതവും വിജയകരമാകുന്നത് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ സൂക്ഷിക്കുമ്പോഴാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 31-ാം വാക്യത്തിൽ വചനത്തിൽ നിലനിൽക്കുന്ന അനുഭവത്തെക്കുറിച്ച് കർത്താവായ യേശുക്രിസ്തു പറയുന്നു. യോഹന്നാന്റെ 1-ാം ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം, 1 John chapter 2 verse 14, വയോവൃദ്ധനായി ജരാനരകൾ ബാധിച്ച അപ്പോസ്തലനായ യോഹന്നാൻ വിളിക്കുകയാണ്, ബാല്യക്കാരെ നിങ്ങൾ ശക്തരാണ്, കാരണം ദൈവത്തിൻ്റെ വചനം നിങ്ങളിൽ വസിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാണ്. ബാല്യക്കാർ
ശക്തരായി തീരുന്നത്, അവർക്ക് ദുഷ്ടനെ ജയിക്കാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വചനം അവരുടെ ഉള്ളിൽ വസിക്കുമ്പോഴാണ്. യോവേൽ പ്രവചനം 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ, ബുക്ക് ഓഫ് ജോയൽ ചാപ്റ്റർ 2 വേഴ്സ് 11, ദൈവത്തിൻ്റെ വചനം അനുഷ്ഠിക്കുന്നവൻ ശക്തനാണെന്ന് പ്രവാചകൻ വിളിച്ചു പറയുകയാണ്. എന്നെ കേൾക്കുന്ന കൗമാരപ്രായക്കാരെ, ഈ ബാല്യപ്രായം വചനത്തിൽ അടിസ്ഥാനമിട്ട ഒരു ജീവിതം പണിയുവാനുള്ള സമയമാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നിങ്ങളുടെ കുടുംബങ്ങളിൽ വളരുന്ന ടീനേജേഴ്സായ കൗമാരപ്രായക്കാരായ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ശാരീരിക വളർച്ച, മാനസിക വളർച്ച, ആത്മീക വളർച്ച, അതിൽ നിങ്ങൾക്ക് നിർണായകമായ പങ്കുണ്ടെന്ന് മനസ്സിലാക്കി അവരെ ചേർത്ത് നിർത്തി സ്നേഹത്തോടെ, വാത്സല്യത്തോടെ അവർക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ നൽകി അവരുടെ മുമ്പോട്ടുള്ള ജീവിതത്തിന് വ്യക്തവും ശക്തവുമായ അടിസ്ഥാനങ്ങളിട്ട് സമൂഹത്തിനും കുടുംബത്തിനും സഭയ്ക്കും പ്രയോജനമുള്ളവരായി വളർത്തിയെടുക്കുവാൻ, വളർന്നു വരുവാൻ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ഓൾ.